യശ് ഗീതു മോഹൻദാസ് കൂട്ടുകെട്ടിൽ പിറക്കുന്ന ടോസിക് വെറുമൊരു ആക്ഷൻ സിനിമയല്ല. ടീസറിലെ ഓരോ ഫ്രെയിമിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആഴമേറിയ സിംബിളിസം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിന്റെ അർത്ഥം ടീസറിന്റെ ടാഗ്ലൈൻ സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു മുതിർന്നവർക്കുള്ള നാടോടി കഥയാണ്. പഴയകാല നാടോടി കഥകളിൽ നീതിയും ശിക്ഷയും അതിക്രൂരമായിരുന്നു. വർണ്ണാഭമായ ഒരു സർക്കസ് കൂടാരത്തിനുള്ളിലെ ചോര ചിന്തുന്ന അക്രമങ്ങൾ ലോകം ഒരു സർക്കസാണെന്നും അവിടെ ശക്തനായ റിംഗ് മാസ്റ്റർ മാത്രമേ അതിജീവിക്കൂ എന്നും അടിവരയിടുന്നു. ടീസറിലെ വിന്റേജ് വാഹനങ്ങൾ, കോസ്റ്റ്യൂംസ്, ക്ലാസിക് മെഷീൻ ഗണ്ണുകൾ എന്നിവ സിനിമ 1970കളിലെ ഒരു അധോലോക പശ്ചാത്തലത്തിലാണ് നടക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. കപ്പലുകളും കണ്ടെയ്നറുകളും സൂചിപ്പിക്കുന്നത് ഇതൊരു ഇന്റർനാഷണൽ ഡ്രഗ് മാഫിയയുമായി ബന്ധപ്പെട്ട കഥയാകാമെന്നാണ്. ഗോവയിലോ വിദേശത്തോ ഉള്ള ഒരു പോർട്ട് സിറ്റിയാകും ഇതിന്റെ പ്രധാന ലൊക്കേഷൻ. ടീസറിൽ യാഷ് പ്രത്യക്ഷപ്പെടുന്ന 2 വ്യത്യസ്ത ഗെറ്റപ്പുകൾ ശ്രദ്ധേയമാണ്. ഇതിലെ ഐ ആം ഹോം ഡാഡി എന്ന ഡയലോഗ് ഒരു വലിയ സസ്പെൻസിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതൊരു പിതാവിന്റെ പാരമ്പര്യം ഏറ്റെടുക്കുന്ന മകന്റെ കഥയാണോ അതോ ഒരു വ്യക്തിയുടെ 2 വ്യത്യസ്ത കാലഘട്ടങ്ങളാണോ? ഈ വൈരുദ്ധ്യം സിനിമയുടെ ആഖ്യാന ശൈലിയിൽ വലിയ മാറ്റം കൊണ്ടുവരും. ഗീതു മോഹൻദാസ് എന്ന സംവിധായകയുടെ ക്രാഫ്റ്റ് ഓരോ ദൃശ്യത്തിലും പ്രകടമാണ്. വെളിച്ചവും നിഴലും ഉപയോഗിച്ചുള്ള കളർ ഗ്രേഡിംഗ്, ആക്ഷൻ രംഗങ്ങളിലെ തീവ്രതയും ടോസിക്കിനെ ഒരു ആഗോള നിലവാരമുള്ള സിനിമയാക്കി മാറ്റുന്നു. നിങ്ങൾ ടീസറിൽ ശ്രദ്ധിച്ച ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണ്? അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക.